പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് മാർച്ച് 6. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മലയാളികളായ നിങ്ങളോട് ആരോടും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കേരളക്കരയെ തന്നെയല്ല, ലോക മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച ഒരു ദിവസമാണ് മാർച്ച് 6 എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ കലാഭവൻ മണി നമ്മെ വിട്ടുപോയ ദിവസമാണ് മാർച്ച് 6. അദ്ദേഹത്തിനെ പറ്റി ഓരോ വർഷം ചെല്ലുന്തോറും അദ്ദേഹത്തിന്റെ ജനപ്രീതി കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. കാരണം അദ്ദേഹത്തെ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടത്, എല്ലാവരെയും നെഞ്ചിലേറ്റിയത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാടൻപാട്ട് പാടി, അത് തന്നെയല്ല ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് വളർന്നു വന്ന, ഉയർന്നു വന്ന ഒരു കലാകാരൻ. നിമിഷ നേരം കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച. എങ്കിലും ആ അദ്ദേഹത്തിന്റെ വേർപാടെന്ന് പറയുന്നത്, ആ അന്നത്തെ ഒരു വാർത്തയെന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ എന്നെ ഞെട്ടിച്ചൊരു വാർത്തയാണ്. കാരണം നമ്മുടെ ആരോ വേർപെട്ടു പോയ ഒരു പ്രതീതിയാണ്, ആ ഒരു വേദനയാണ് കേരളക്കര മുഴുവൻ നെഞ്ചോട് ചേർത്തത്. അപ്പോൾ അന്നത്തെ ആ ദിവസത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം ആ വേർപാടെന്ന് പറയുന്നത് ആ പ്രിയ നടന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ, അല്ലെങ്കിൽ ആ ഒരു അതുല്യ ഒരു കലാകാരൻ. കാരണം നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ പല നടന്മാർ വന്നെങ്കിലും നമ്മുടെ ജയൻ, ഇപ്പോഴും അനശ്വരനായ ജയൻ എന്ന് പറഞ്ഞ പോലെ തന്നെ കലാഭവൻ മണിക്കും മരണമില്ല. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് ഒരുപാട് ക്ലബ്ബുകളും ഒരുപാട് ചാരിറ്റികളും അങ്ങനെ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് യാതൊരു കുറവും വരുന്നില്ല, മുന്നോട്ട് കൂടിക്കൂടി വരുന്നുള്ളൂ. ആ മൺമറഞ്ഞു പോയ പ്രിയ കലാകാരന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഒരുപിടി കണ്ണീർ പുഷ്പാഞ്ജലി അർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞ ഒരു മരണത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ 2 വാക്യങ്ങളുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്. നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം. മലയാള സിനിമയിൽ ഒരു പക്ഷെ ഞാൻ മരിക്കുമ്പോഴായിരിക്കും ഒരു ചാനലിലൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ വരാം. എത്രയോ ഗാനങ്ങൾ അഭിനയിച്ചു, എത്രയോ സ്വന്തം ശബ്ദത്തിൽ പാടി അഭിനയിച്ച ഏക നടൻ എന്ന് പറയുന്നത് കലാഭവൻ മണിയാന്ന് പറയാം. ഒരുപക്ഷെ മലയാള സിനിമയിലെ. അപ്പൊ നിങ്ങളെല്ലാരും ഇത് കേട്ടല്ലോ. ഇതിനു മുമ്പ് അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. കസ്റ്റംസിൽ പ്രശ്നമുണ്ടാക്കി, ഞാനിപ്പോൾ സമൂഹത്തിന്റെ മുമ്പിൽ വൃത്തികെട്ടവനാണ്. പക്ഷെ ഈ പറയുന്ന എല്ലാവരും എന്നെ നല്ല മനുഷ്യനായിട്ട് പറയുന്നൊരു ദിവസമുണ്ട്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ. നല്ല മനുഷ്യനായിരുന്നു, പാവം. ഈ മലയാളികൾ ഉള്ള കാലമത്രയും, അതുപോലെ ചാലക്കുടി എന്ന നാട് ഉള്ള കാലമത്രയും കലാഭവൻ മണിയുടെ ആ പേര് എന്നും ഒരുപടി മുകളിലായിരിക്കും. പാവങ്ങളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയുണ്ടായിരുന്നു. മണ്ണിന്റെ പാട്ടുകൾ പാടി, കാരുണ്യ വിത്തുകൾ പാകി, ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ, അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങളുടെ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ. ആരും കാണാ ദൂരത്താണെങ്കിൽ മുഖം ഞങ്ങളിൽ മായില്ലല്ലോ. Yeah.